ഹായ് ഹോൾ, വെൽക്കം ബാക്ക്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അതായത് സ്കൂളില്ലാത്ത ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. ഞാനൊരു ഉഡായിപ്പിൻ്റെ ഉസ്താദായതുകൊണ്ട് തന്നെ തലേന്ന് തന്നെ മാവ് കരച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നെന്താ പിറ്റേന്ന് നേരം വൈകി നീറ്റാൽ മതിയല്ല, സ്കൂളിലില്ല, അത്രയും നേരം കിടന്നുറങ്ങാല. പിന്നെ ഈ ദോശ ഉണ്ടല്ലോ, ചുടുക അപ്പം തന്നെ കഴിക്കുക. ആ ടേസ്റ്റ് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ കിട്ടൂല കേട്ടോ. അങ്ങനത്തെ ഒരു ടേസ്റ്റുള്ള ദോശയാണ് ഇത്. നിങ്ങളാരെങ്കിലും ഈ ദോശ ഇങ്ങനെ ട്രൈ ചെയ്തിരിക്കണം, ചുടുക അപ്പം തന്നെ തിന്നുക. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട്. സ്കൂളില്ലാത്ത ദിവസം എന്തോ ഒരു മടിയാട്ടോ. സ്കൂളിലുള്ള ദിവസം മക്കൾക്ക് മടിയാന്ന് പറഞ്ഞ പോലെ സ്കൂളില്ലാത്ത ദിവസം നിക്കാട്ടോ മടി. ഫുഡ് ഉണ്ടാക്കാനായാലും മക്കൾക്ക് ഫുഡ് കൊടുക്കാനായാലും ഒക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇതായിട്ടൊന്ന് മീൻ, എന്താ പേരൊന്നും അറിയില്ല. പിന്നെ ഒന്ന് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിന് കേട്ടോ. ക്യാരറ്റോ ഇതെന്താ ഇതെന്താ വെണ്ടക്ക. ക്യാരറ്റ് മുറിച്ചു. ഇത് കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു ഉള്ളി, പച്ചമുളക്, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇത് അത്യാവശ്യം വേവുള്ള കഷ്ണങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റ്, ഉരുളങ്കിഴങ്ങ്, കുമ്പളങ്ങ, ചേന, അങ്ങനത്തെ ഒക്കെ കേട്ടോ. പിന്നെ ഞാൻ കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാറില്ല. ഒരു തട്ടോ എന്തെങ്കിലും വെച്ചിട്ടാണ് വേവിക്കാറ്. എന്നാൽ നന്നായിട്ട് വെന്തുണ്ട്, ഉടഞ്ഞു പോകില്ല കേട്ടോ. അങ്ങനെ ഈ കഷ്ണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ സാമ്പാറും പൊടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലല്ല ഇട്ട് കൊടുക്കാറ് കേട്ടോ. ഞാൻ തേങ്ങ വറുക്കണ കൂട്ടത്തിലാണ് സാമ്പാറും പൊടി ഇട്ട് കൊടുക്കാറ്. പിന്നെ അതേപോലെ 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് ചീരുള്ളി, പിന്നെ കറിവേപ്പില, ജീരക ഐറ്റംസ് ഒന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. ഇതൊക്കെ കൂടെ നന്നായിട്ട് വറുത്ത് മാറ്റി വെക്കലാണ്. ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് മിക്സിയിലിട്ടിട്ട് അധികം തോനെ വെള്ളമൊന്നും ഒഴിക്കാതെ കുറച്ചൊക്കെ ഒരു വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുക്കാറുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മുരിങ്ങക്കായ്, അതേപോലെ വഴുതന ഐറ്റംസൊക്കെ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കൽ. വെണ്ടയ്ക്ക് പിന്നെ ഒന്ന് വാട്ടും. പിന്നെ അതേപോലെ തക്കാളി, ഇതൊക്കെ ഒരു ജസ്റ്റ് ഒരു കുക്കാവാനുള്ളൂല്ലോ. അപ്പോൾ അതൊക്കെ ലാസ്റ്റ് ഇട്ടിട്ട് ഒരു 2 മണിക്കൂർ ഒരു 2 തള വരണ വരെ ഒന്ന് വേവിച്ചെടുത്ത് നമ്മുടെ സാമ്പാർ റെഡി ഇട്ടാ. സിമ്പിളാണ്, നമുക്ക് വേഗം വെക്കാൻ. നമ്മൾ വിചാരിക്കും ഇതൊക്കെ കൂടെ കട്ട് ചെയ്യണ്ടേ, എന്നിട്ട് ഇതൊക്കെ കൂടെ വേവിച്ചെടുക്കണ്ടേ, ഇത് വേണ്ട നമുക്ക്. അപ്പോൾ നമ്മൾ ഓരോരോ ഇപ്പോൾ വെണ്ടയ്ക്ക ജസ്റ്റ് ഒന്ന് മുളകിട്ടാൽ മതി അങ്ങനെയൊക്കെ വിചാരിക്കും. ഇതൊക്കെ ഒന്നാണ്ട് കട്ട് ചെയ്ത് കിട്ടിയാൽ വേഗം പരിപാടി കഴിച്ചാൻ പറ്റിയതാണ് സാമ്പാർ. പിന്നെ അതുമല്ല, നമുക്ക് നാളേക്കൊക്കെ ആയിട്ട് കറി രാവിലേക്കൊക്കെ ആയിട്ട് എടുക്കുക. അതേപോലെ ഇനിയിപ്പോൾ ചിലപ്പം ഒരുപാട് കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ കറി വെക്കണ്ട, അങ്ങനെയൊക്കെ ഉണ്ട് ഈ സാമ്പാർ വെക്കുമ്പോൾ കേട്ടോ. പിന്നെ പുളിയുടെ വെള്ളം ഞാൻ അതിൻ്റെ കൂട്ടത്തിലല്ല ഒഴിക്കാറ്. ഞാനിപ്പോൾ തേങ്ങ ഇങ്ങനെ ഇതാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലാട്ടോ പുളിയുടെ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കാറ്. എന്നാൽ പിന്നെ ഓവർ വെള്ളം കൂടുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഫുള്ള് കട്ടിക്ക് തന്നെ കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇതാ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അതിനിടയിൽ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി അവിടെ ഒക്കെ ഒന്നാണ്ട് വൃത്തിയാക്കി ഇട്ടിട്ടാ. ഇനിയിപ്പോൾ ഇതാ മീനും സെറ്റായിട്ടുണ്ട്, പൊരിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് കസിൻ്റെ വീട്ടിൽ നിന്ന് അവളെ വീട്ടിലുണ്ടായതാന്ന് പറഞ്ഞിട്ട് പൂള കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മറേ കുട്ടികളൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ചിപ്സ് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കട്ടെ, ഈ കുന്ത്രാണ്ടത്തും ആക്കിയിട്ട് ഇതെങ്ങനെ ആവുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മാനോട് ഇങ്ങൾക്ക് ആക്കാൻ നിശ്ചയില്ലായിട്ടാണ് ഞാൻ ആക്കിക്കോളാറിന്. അങ്ങനെ ഞാൻ ആക്കിയപ്പോഴും ഇത് ഇതേപോലെയാണ് വെക്കുന്നത്. അപ്പോൾ ആളുടെ കുറ്റമല്ല, പൂളയുടെ കുറ്റമാണ്. കാരണം വീട്ടിലുണ്ടായ പൂള ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് അതിൻ്റെ നടുവിലൊരു കമ്പ് പോലത്തെ സാധനമുള്ള കാരണമാണ് പകുതിയിട്ട് വീണ്. പക്ഷേ കുട്ടികളൊക്കെ ഇത് വെയിറ്റ് ചെയ്തിരിക്കുക പൂള ചിപ്സ് എന്നുള്ളതിന്. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്ത് കട്ടിങ് പോടുമ്പോൾ നല്ല ശക്തിയിൽ മുറിക്കണം കേട്ടോ. കാരണം ചെറുങ്ങനെ മുറിച്ചാലൊക്കെ ഇതേപോലെ ചെറിയ പീസായി കിട്ടുക. അങ്ങനെ നല്ല വട്ടത്തിൽ ഞാൻ മുറിച്ചെടുത്തിട്ട് ഇത് അതേപോലെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. പക്ഷേ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടാ വേവ നല്ല പണി ഉണ്ടായിരുന്നു. കാരണം കുറച്ചൊക്കെ ഒന്ന് കട്ടി കൂടിയ പോലെ തോന്നി. അങ്ങനെ ഒരുപാട് ടൈം ഇട്ട് വേവിച്ചിട്ടാണ് ഇങ്ങനെ ചിപ്സ് മോഡലാക്കിയിരുന്നപ്പോഴത്തേന് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ നന്നായി തിന്നാൻ നമുക്ക് ടേസ്റ്റ് തോന്നിയത് മറ്റേതാട്ടോ, നമ്മൾ ആദ്യം ഉണ്ടാക്കിയത്. ഇതൊക്കെ അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല. ടേസ്റ്റ് ആയിട്ട് എന്നല്ല, അതൊന്നും കൂടെ ഒരു കട്ടിപ്പായി തോന്നി. പിന്നെ വെന്തിട്ടില്ല പറഞ്ഞപ്പോഴത്തേന് ഇതൊന്നും കണ്ട് കരിഞ്ഞു, ഏകദേശം ഒരു കരിഞ്ഞ പോലെ
ശീലമായിട്ടാ. ഇതിപ്പോൾ ഇതിലിട്ടിട്ട് ഉപ്പ് കൊടയട്ടോ. ലാസ്റ്റ് ഉമ്മറിന് നിങ്ങൾ പൊയ്ക്കണി, ഇത് ഇനി നടക്കൂല, നമുക്ക് തരും താളും കൂട്ടാൻ ഉണ്ടാക്കാറിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ കട്ട് ചെയ്യുന്നതിനിട്ട് ഞങ്ങളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് എന്താട്ടി താളും കൂട്ടാൻ ഉണ്ടാക്കിയിട്ടാണ്. ഒക്കെ കൂടാണ്ട് കുക്കർക്ക് ഇട്ട് അടക്കലാണ്ട് അടച്ച് ഇതറിഞ്ഞപ്പോഴത്തെ സംഭവമായി. മറ്റേത് നമ്മൾ കട്ട് ചെയ്ത് ഇതാക്കി വരുമ്പോഴത്തേന് നമ്മളൊരു വൈക്കാവും. അത്രയ്ക്ക് ഉറപ്പുള്ളൊരു പൂളട്ടാ. അങ്ങനെ അപ്പോൾ ചിപ്സാണ്ട് ഒഴിവാക്കി ഞങ്ങൾ താളും കൂട്ടാനും അഡ്ജസ്റ്റ് ചെയ്ത്. ഇതിപ്പോൾ വീട്ടിലുണ്ടായ ചിനമുളകാട്ടോ, അതും കറിവേപ്പിലയും പിന്നെ ചെറിയ ഉള്ളിയും ചീരുള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നല്ല ചീര ഇട്ടിട്ട് അരച്ചെടുക്കുക. നമ്മളിങ്ങനെ സമ്മന്തി പോലെ ഇട്ട് അരച്ചെടുക്കേണ്ട, വെള്ളമൊന്നും ഒഴിക്കാതെ. എന്നിട്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത്രയും വെച്ച സംഭവം നോക്കി വെന്തപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ ഈ സമ്മന്തിക്കൂട്ട് അയക്കും ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ഉണ്ടല്ലോ മക്കളെ, ഇതൊന്ന് തിന്നോക്കണം. എന്തൊരു ടേസ്റ്റാ. നമ്മളെ ബ്രോസ്റ്റൊക്കെ കടത്തി വെക്കും, അത്രയ്ക്ക് ടേസ്റ്റാട്ടോ. ഇങ്ങനെയൊക്കെ ഒന്ന് എടുക്കുന്നുണ്ടാക്കി നോക്കിക്കൊണ്ട് അപ്പോഴാണ് ഇതിൻ്റെ ആ നൊസ്റ്റാൾജിക് ഫീലൊക്കെ ഒന്ന് കിട്ടുക. ഇനിയിപ്പോൾ അത് താളിക്കുക കേട്ടോ, കടുക് വറുത്ത് താളിക്കുകയാണ്. ചുവന്നമുളകൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്, പക്ഷേ ഇവിടെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതൊരു പൊള്ളി ഐറ്റാട്ടോ, പൂളായിട്ടുള്ള. അങ്ങനെ മക്കൾക്ക് ഇതൊന്നും പറ്റൂലല്ലോ. പിന്നെ മീൻ അത്ര വലിയ സുഖമുള്ള മീനല്ലാത്തതുകൊണ്ട് അവർക്ക് അത്ര കുറച്ച് ചിക്കന് ഗ്രേവി ആക്കുക കേട്ടോ. പിന്നെ സൗണ്ടിൽ ചെറുങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. നല്ല ജലദോഷവും പനിയൊക്കെ ആയിട്ട് സൗണ്ടൊക്കെ ആകെ പോയി കേട്ടോ. പിന്നെ മക്കളും കൂടെ ഉള്ള കാരണം പറയും വേണ്ട. അപ്പോൾ ഞാനൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വന്നപ്പോൾ തന്നെ അവസ്ഥ. മതി സാറ്റളി നന്നിട്ട് പുറത്താക്കിയിട്ടുണ്ട് കേട്ടോ. നീ ചോറും കൂട്ടാനും വെച്ച് കളിച്ചോളി എന്ന് പറഞ്ഞ്. നമ്മളൊക്കെ പണ്ട് അങ്ങനെ അല്ലായിരുന്ന. അപ്പം ഇങ്ങനെ ഇനിയിപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. ഓലില്ലാന്ന് ക്ലീൻ ആക്കണമൊക്കെ വെറുതെയാണ്. കാരണം ക്ലീൻ ആക്കണതിൻ്റെ അപ്പുറത്തോല ഇറപ്പാക്കും. എന്നാലും ഒരു ചടങ്ങിനെ അങ്ങ് ചെയ്യുന്നേ. പിന്നെ ഇവനിതാ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ആത്മാർത്ഥത കേട്ടോ. അയാളുണ്ട് പാലിട്ട് വന്നാൽ അത് വീഴ്ചലും ഫ്രിഡ്ജിൽ കൊണ്ടക്കലൊക്കെ ഓൻ്റെ ഡ്യൂട്ടിയാണ്. ഓൻ്റെ ഒരു ദിവസം അങ്ങനെ പോകും. അത് കൊണ്ടക്കലും അത് കാച്ചാൻ പറിച്ചിലും അത് കാച്ചി കുടിക്കലൊക്കെയാണ് ഓൻ്റെ പരിപാടി. അങ്ങനെ ഓനോലെ കൂടെ കളിക്കാനും ഇതിനൊന്നും കൂടുതലായിട്ട് പോകില്ല കേട്ടോ. ഓനെന്നാലും എൻ്റെ പിന്നാലെ അങ്ങനെ നടക്കും. നമ്മളെ മക്കളില്ലെന്ന് തന്നെ നമ്മൾ നല്ല ബിസി ആയിക്കാരം. അതുകൊണ്ട് തന്നെ നമുക്ക് ഡല്ലടിച്ചിരിക്കാനുള്ള സമയവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാപ്പി ആയിക്കാറല്ലേ. അപ്പോൾ നമ്മളെ മക്കൾ കൂടുള്ള സമയമാണ് നമ്മളെ ഏറ്റവും നല്ല സമയം അല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നിങ്ങൾക്ക് ഞങ്ങളെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.